ചേറൂരിന്റെ മനമറിഞ്ഞ് ജനങ്ങളിൽ ഒരുവളായി വിജയം കൈവരിച്ചതാണ് വില്ലി ജിജോ. ചേറൂരിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും വരാനിരിക്കുന്ന പദ്ധതികളുമാണ് വില്ലി ജിജോ TCVയുമായി പങ്കുവയ്ക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം നേടി വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്ന് കണ്ടുനോക്കാം. 9ാം ഡിവിഷൻ ചേറൂരിൽ വിജയിച്ച അഡ്വക്കേറ്റ് വില്ലി ജിജോയാണ് എൻ്റെ ഒപ്പമുള്ളത്. ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിജയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വിജയം നൽകിയ ഈശ്വരനോടും അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് എനിക്ക് വോട്ട് തന്ന് എന്നെ ജയിപ്പിച്ച എൻ്റെ ചേറൂർ ഡിവിഷനിലെ എല്ലാ കുടുംബത്തിലെ അംഗങ്ങളോടാണ്. കാരണം അവർ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ കൗൺസിലർ എന്ന നിലയിൽ എന്നോട് കാണിച്ച സ്നേഹം, ആ കരുതൽ അവർ വോട്ടിലൂടെ എനിക്ക് നൽകി ഒരു മിന്നും വിജയം തന്നെ അവർ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നല്ലോ, അതിൽ നിന്ന് ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വ്യത്യാസം? ശരിക്കും അതൊരു ഉപകാരമായിരുന്നോ അതോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? സാമൂഹ്യ പ്രവർത്തനം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് ജോലി ചെയ്തിരുന്ന ആ അനുഭവം അത് തീർച്ചയായും എൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനം ഞാൻ അധ്യാപികയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫാമിലി കൗൺസിലറായിട്ട് ജോലി ചെയ്തിരുന്നു. അന്ന് കിട്ടിയ അനുഭവങ്ങളിലൂടെ നമ്മളത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുമ്പോൾ അതൊരു ഫീൽഡാണ്, നമുക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. ആ ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ അടുത്ത് എങ്ങനെയാണ് ഒരു റാപ്പോ ബിൽഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്തിരുന്ന സമയത്തും പഠനകാലത്തും ലഭിച്ച അറിവുകളിൽ നിന്ന് അത് എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മേയർ ലിസ്റ്റിലേക്കും 2ാം ഘട്ടത്തിലേക്ക് ഒരു ലിസ്റ്റിൽ മാഡത്തിൻ്റെ പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, അതിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? എനിക്കതിൽ പ്രതീക്ഷ എന്നുള്ളത് ഞാൻ അർപ്പിക്കുന്നില്ല. കാരണം മേയർ എന്ന പോസ്റ്റിലേക്ക് ആരാണ് അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അതിലേക്ക് വരുമ്പോൾ ഞാനല്ല അതിൽ തീരുമാനമെടുക്കുന്നതും എനിക്കതിനോട് ഒരു ഡിമാൻഡിങ്ങും ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും പാർട്ടി അത്തരത്തിൽ ഒരു അവസരം തരികയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാവും. ജനവിശ്വാസത്തിൻ്റെ ബലത്തിൽ അധികാരത്തിലെത്തിയ കൗൺസിലർമാർക്ക് തങ്ങളുടെ വികസന ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് ഇനി വേണ്ടത്. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.